ഈ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ അധികാരത്തിലിരിക്കാൻ എന്താ ധാർമ്മികമായിട്ടുള്ള അവകാശങ്ങൾ? പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രിക്ക് പദവിയിൽ ഇരിക്കാനുള്ള അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികത നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ഒളിച്ചുകളി അവസാനിപ്പിച്ചു. ഇനിയെങ്കിലും അധികാര കസേര വിട്ടൊഴിയാൻ തയ്യാറാവണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ നിയമവാഴ്ചയും ജനാധിപത്യ ബോധവും നിലനിന്ന് കാണണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എന്നാണ് വിലയിരുത്തുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ സൂത്രധാരൻ സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അധികാര കസേര വിട്ടൊഴിയാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറാവണം. കള്ളക്കടത്ത് കേസുകാരെ സഹായിക്കാൻ എല്ലാവിധ സർക്കാർ സംവിധാനങ്ങളും ദുരുപയോഗപ്പെടുത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന ഗവൺമെന്റും അതിശക്തമായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് ഭീഷണി നേരിടുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു. ഓരോ ദിവസവും കോവിഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് നടക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ്, സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കോവിഡ് പ്രതിരോധത്തിന്റെ കാര്യത്തിൽ കേരളത്തിലുള്ളത്. കോവിഡ് രോഗികളോട് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത്. മനുഷ്യത്വരഹിതമായിട്ടുള്ള പെരുമാറ്റമാണ് കോവിഡ് പോസിറ്റീവായിട്ടുള്ള രോഗികളോട് ഈ സർക്കാർ കാണിക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രായം ചെന്ന ഒരു കോവിഡ് രോഗിയെ കെട്ടിയിട്ട സംഭവം ഉണ്ടായിരുന്നു. കോവിഡ് രോഗികളെ കിടക്കയിൽ കയറിട്ട് കെട്ടിയിടുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോവിഡ് പോസിറ്റീവ് രോഗിയെ ജനറൽ ICUവിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റു രോഗികളോടൊപ്പം കോവിഡ് ഇല്ലാത്ത മറ്റു രോഗികളോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, അന്താരാഷ്ട്ര പ്രശസ്തമായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജനറൽ ICU വാർഡിൽ കോവിഡ് രോഗിയെ കിടത്തി ചികിത്സിക്കുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സർക്കാരിന്റെ എല്ലാ വാദങ്ങളെയും തള്ളിക്കളയുന്നതാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗിയോട് അനാസ്ഥ ഉണ്ടായിട്ടില്ല, അവഗണന ഉണ്ടായിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും വളരെ വ്യക്തമാക്കിയതാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗിയോട് മരിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന ആരോപണങ്ങൾ, പുറത്തു വന്ന ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകളിലെല്ലാം സർക്കാരിന്റെ വാദങ്ങളെ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്നു. സംസ്ഥാനത്ത് പലയിടത്തും കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുകളെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് സൗകര്യങ്ങൾ യഥാസമയം ലഭിക്കുന്നില്ല. ലഭിക്കുന്ന ആംബുലൻസുകളിൽ മതിയായ കെയർടേക്കർമാരില്ല. സംസ്ഥാനത്ത് ആംബുലൻസിൽ വെച്ച് കോവിഡ് പോസിറ്റീവായിട്ടുള്ള യുവതി ബലാത്സംഗത്തിന് വിധേയമായ നാടാണ്. ആറന്മുളയിൽ അത്തരം ദയനീയമായ ഒരു അനുഭവം ഉണ്ട്. എന്നിട്ടും ഗവൺമെന്റ് പല ആംബുലൻസുകളിലും കെയർടേക്കർമാരെ നിശ്ചയിക്കുന്നില്ല. ലക്ഷക്കണക്കിന് സന്നദ്ധ വളണ്ടിയർമാർ ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആരെയും കാണാനില്ല. കോവിഡ് പ്രതിരോധത്തിന്റെ കാര്യത്തിൽ വലിയ വീഴ്ചയാണ് ഉണ്ടാകുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇപ്പോഴും സത്യം തുറന്നു പറയാൻ തയ്യാറാവുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റിയുള്ള സ്റ്റേറ്റ് കേരളമാണ്. എന്നിട്ട് പറയുന്നത് മരണനിരക്ക് കുറവാണ്. ഞങ്ങൾ മരണനിരക്ക് ആരും ഈ മുഖ്യമന്ത്രി പിടിച്ചെടുത്തതെന്നുള്ളത് മരണനിരക്ക് ഞങ്ങൾ പിടിച്ചു നിർത്തി നടത്തുന്നത്. എന്ത് ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് കോവിഡിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹം മരണം പിടിച്ചു നിർത്തിയാണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ ഉള്ള മരണനിരക്ക് ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച് എത്ര കുറവാണ്. ആ ആനുകൂല്യത്തിന്റെ പേരിലാണ് ഇപ്പോ മരണനിരക്ക് കുറഞ്ഞില്ലേ, പോസിറ്റിവിറ്റി കൂടിയാൽ എന്താണെന്നാണ്. ഒരു സ്ഥലത്ത് പരിശോധിച്ചതിൽ 75% ആളുകൾക്ക് കോവിഡ് വന്നു.
കോഴിക്കോട് ഒരു അതിഥി തൊഴിലാളികളുടെ ഇന്നലെ വന്നിരിക്കുന്ന വിവരമാണ്. യഥാർത്ഥത്തിലുള്ള കണക്കുകളാണോ? ഇപ്പോഴും ടെസ്റ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഓരോ ദിവസവും കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടെസ്റ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഓരോ ദിവസവും ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ പറഞ്ഞ കാരണം കോവിഡ് കൂടുന്നു, അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാണ്. ഈ പറഞ്ഞ രീതിയിലാണ് പോകുന്നതെങ്കിൽ പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ വരുമ്പോഴേക്കും എണ്ണം കുറയോ? സർക്കാരിന് ദിശാബോധം നഷ്ടമായിരിക്കുന്നു. സർക്കാരിന് ലഭ്യമാവുന്ന വിവരങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങളാണ്. ആരാണ് ഇത് കൊടുക്കുന്നത്? സർക്കാരിന്റെ ഒരു ആരോഗ്യ ഉപദേശകൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രിക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയത് നാം കണ്ടതാണ്. ഇത്തരം ഉപദേശകന്മാരാണോ ഈ സർക്കാരിനെ ഉപദേശിക്കുന്നത്? കോവിഡ് പ്രതിരോധത്തിന്റെ കാര്യത്തിൽ വലിയ വീഴ്ചയാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. കള്ളക്കടത്തുകാരെയും സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും മാഫിയകളെയും സംരക്ഷിക്കുന്ന സർക്കാർ, അതിനുവേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്ന സർക്കാർ, ഫയലുകൾ കത്തിക്കുന്ന സർക്കാർ, CCTV ദൃശ്യങ്ങളിൽ ഇടിമിന്നൽ ഉണ്ടാക്കുന്ന സർക്കാർ, ആ സർക്കാരാണ് ഇത്രയും ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളിൽ വലിയ തരത്തിലുള്ള അവഗണനയും പാളിച്ചകളും ഉണ്ടാവും. ദയനീയമായി സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. സർക്കാരിന്റെ നമ്പർ 1 വാദം, PR പ്രചരണങ്ങളിലൂടെ നടത്തുന്ന വാദം പൊള്ളയാണ്. യഥാർത്ഥത്തിൽ നടക്കുന്നത് നേരെ തിരിച്ചാണ് എന്നുള്ളതാണ് സത്യം. ഗവൺമെന്റ് രാജ്യം മുഴുവൻ നടക്കുന്ന എവിടെയെങ്കിലും ഒരു സ്ത്രീ പീഡനം നടന്നാൽ ഉടനെ അതിനെതിരായിട്ട് വലിയ രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന ആളുകൾ. കേരളത്തെ നടുക്കിയ, ഇന്ത്യയെ തന്നെ നടുക്കിയ വാളയാറിലെ രണ്ട് സഹോദരിമാരുടെ മരണം, ആ മരണത്തിൽ കൊലപാതകമാണെന്ന് ഉറപ്പുണ്ടായിട്ടും സർക്കാർ, അതും പോക്സോ കേസായിട്ടും സർക്കാർ അഭിഭാഷകരുടെ വീഴ്ചയാണെന്ന് പരസ്യമായി തെളിഞ്ഞതാണ്. ഇനിയിപ്പോൾ ആ കുടുംബത്തെ വീണ്ടും ഗവൺമെന്റ് വലിയ അന്വേഷണ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ച് പ്രതികളെ വീണ്ടും സഹായിക്കുന്ന, ആ കുടുംബത്തെ ദ്രോഹിക്കുന്ന നിലയാണ് ആ അമ്മ തന്നെ തിരുവനന്തപുരത്ത് പറയുന്നത്. സെക്രട്ടേറിയറ്റിൽ സത്യാഗ്രഹം ഇരിക്കുന്ന മാതാപിതാക്കൾ തന്നെ പറയുന്നു, പോലീസുകാരെ ചോദ്യം ചെയ്യാൻ വന്നിട്ട് വീണ്ടും വീണ്ടും തെളിവുകൾ നശിപ്പിക്കാൻ അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് മേൽ പോലീസിന്റെ സമ്മർദ്ദമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കുറ്റവാളികളാകുമെന്ന് മനസ്സിലായപ്പോ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ആ കുടുംബത്തെ വീണ്ടും വേട്ടയാടുക. ഇതാണോ ശ്രീ പിണറായി വിജയൻ താങ്കളുടെ സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സുരക്ഷയും കേരളത്തിൽ? ഗവൺമെന്റ് എല്ലാ തലത്തിലും പരാജയപ്പെട്ടിരിക്കുന്നു. സമ്പൂർണമായിട്ടുള്ള പരാജയമാണ് ഗവൺമെന്റിന്റെ. കള്ളക്കടത്തിന്റെ ഉത്തരവാദിത്വം സർക്കാരിന് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നവംബർ മാസം മുതൽ കൂടുതൽ ശക്തമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ പാറശാല മുതൽ മഞ്ചേശ്വരം വരെ ദേശീയപാതയിലും അനുബന്ധ സംസ്ഥാന ഹൈവേകളിലും ദേശീയപാതയിൽ പ്രധാനപ്പെട്ട ഹൈവേകളും ചെന്നെത്താത്ത ജില്ലകളിൽ, അതാത് ജില്ലയിലെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഓരോ 50 മീറ്ററിലും 5 വീതം ആളുകളെ അണിനിരത്തി സമ്പൂർണമായിട്ടുള്ള ഒരു വലിപ്പ സമരം കേരളം മുഴുവൻ. കോവിഡ് ആയതുകൊണ്ട് 50 മീറ്റർ ഇടവിട്ട് ഓരോ 50 മീറ്ററിലും 5 പേരെ അണിനിരത്തിക്കൊണ്ടുള്ള സമര ശൃംഖല എന്നുള്ള വലിയൊരു പരിപാടി സംസ്ഥാന വ്യാപകമായി BJP സംഘടിപ്പിച്ചു. പരിപാടിയുടെ പേര് സമര ശൃംഖല എന്നാണ്. നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിലാണ് 11:30 മണി മുതൽ 12 മണി വരെ രാവിലെ സമ്പൂർണമായിട്ട് കേരളത്തിലെ ദേശീയപാതകളിലും മറ്റ് റോഡുകളിലും 50
പേർ അണിനിരക്കുന്ന സമര ശൃംഖല BJP സംഘടിപ്പിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ മനുഷ്യച്ചങ്ങലയും മറ്റും മനുഷ്യമതിലും എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കോവിഡ് കാലത്ത് നടക്കുന്ന കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കാതെ 5 പേരിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്നുള്ള തീരുമാനമുള്ളതുകൊണ്ട് പ്രോട്ടോകോൾ ലംഘിക്കാതെ എന്നാൽ ബഹുജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ സമര ശൃംഖല നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസും അനുബന്ധ കേസുകളും സർക്കാരിനെതിരെ തിരിഞ്ഞുകുത്തുമ്പോൾ ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ വിവിധ കള്ളക്കേസുകളിൽ കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാപകമായിട്ടുള്ള വ്യക്തിഹത്യയും കള്ളക്കേസുകളുമാണ് സർക്കാർ BJP നേതാക്കൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ കുമ്മനം രാജശേഖരൻ മുൻ മിസോറാം ഗവർണർ കേരളത്തിന് മുഴുവൻ അറിയുന്ന വളരെ സംശുദ്ധമായിട്ടുള്ള പൊതുജീവിതം നയിക്കുന്ന ശ്രീ കുമ്മനം രാജശേഖരനെതിരെ നമ്മുടെ നാട്ടിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഒരു നാട്ടു നടപ്പിലെങ്കിലും സാധാരണ ചെയ്യാത്ത കാര്യമാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആൾ കുമ്മനം രാജശേഖരൻ ഈ കേസിൽ പങ്കാളിയാണെന്ന് എവിടെ പറഞ്ഞു? കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന BJP നേതാവ് ഈ കേസിനകത്ത് അദ്ദേഹത്തിന്റെ പരാതിക്കകത്ത് ഒരിടത്തും അദ്ദേഹത്തിന്റെ പേരില്ല. കുമ്മനം രാജശേഖരൻ ഗവർണറായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ PA ആയിരുന്ന ആളെ കുറിച്ചുള്ള പരാതി. പക്ഷെ ആ കേസിൽ ശ്രീ കുമ്മനം രാജശേഖരനെ വലിച്ചടിച്ചിരിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ എന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് എല്ലാം ചെയ്തത് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു കേസിൽ അദ്ദേഹത്തിന്റെ ഒരു മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല മുൻ പ്രൈവറ്റ് സെക്രട്ടറി അതും അദ്ദേഹത്തിന്റെ പേരിൽ കേസില്ല, അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്ത ആളെന്ന് പറയുന്നു. അങ്ങനെ വാലും തുമ്പുമില്ലാത്ത ഒരു പരാതിയിൽ ശ്രീ കുമ്മനം രാജശേഖരനെതിരെ ഒരു പരാമർശവുമില്ലാത്ത ഒരു പരാതിയിൽ അദ്ദേഹത്തോട് ഒരു വിശദീകരണം പോലും ആവശ്യപ്പെടാതെ നോക്കൂ, നിങ്ങൾ കേരളത്തിലെ പോലീസ് ഏജൻസികൾ ചെയ്യുന്ന കാര്യം ഒരു വിശദീകരണം പോലും അദ്ദേഹത്തിൽ നിന്നും തേടാതെ അദ്ദേഹത്തിനെതിരെ പ്രതി ചേർക്കുക. ഇത് വെള്ളരിക്കപ്പെടണം. ഇത്രയും ഭീകരമായിട്ടുള്ള രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ബാധിക്കുന്ന അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേസിൽ പോലും കേന്ദ്ര ഏജൻസികൾ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടാണ് ഈ കേസിലെ ഓരോരുത്തരെയും സംബന്ധിച്ച് നിഗമനങ്ങളിൽ എത്തുന്നത്. ഇവിടെ ഒരു വൈറ്റ് പേപ്പർ വെള്ളക്കടലാസ് പരാതി, അതും അദ്ദേഹത്തിന്റെ പേരിലാണ്. ശ്രീ പിണറായി വിജയൻ ആലോചിക്കണം, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഒരു ഭരണഘടനാ പദവിയിൽ ഇരുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നതാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം 50 വർഷത്തിലധികമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ തെളിമയാർന്ന വ്യക്തിത്വത്തോടുകൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ ഒരു വാലും തുമ്മില്ലാത്ത ഒരു കാര്യം ഒരു ആക്ഷേപം വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ പ്രതിയേർന്നു. പോലീസ് കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യാമെന്നാണ് അദ്ദേഹം കേസെടുത്ത് ആക്ഷേപിക്കാമെന്നാണ് അദ്ദേഹം. നീചമായിട്ടുള്ള വ്യക്തിഹത്യയും കള്ളക്കേസുമാണ് BJP നേതാക്കൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചക്കാലം പിണറായി വിജയന്റെ ആളുകള് ശ്രീ വി മുരളീധരന്റെ പിന്നാലെയായി. ശ്രീ വി മുരളീധരൻ ചട്ടം ലംഘിച്ചു, അങ്ങനെ ചെയ്തു, വിദേശത്ത് പോയി, ചട്ടലംഘനമാണ്, പ്രോട്ടോകോൾ ലംഘനമാണ് എന്നൊക്കെയുള്ള കള്ള കഥകൾ പ്രചരിപ്പിച്ചു അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിച്ചു. അതിനൊരു കടമില്ല എന്ന് മനസ്സിലായപ്പോൾ അടുത്ത ആളുകൾ എന്ന് അതിനേക്കും മനസ്സിലാക്കിയില്ല. CPM വളരെ ആസൂത്രിതമായി ജനശ്രദ്ധ തിരിച്ചുവിടാൻ ആരോപണങ്ങൾ ഉന്നയിച്ച് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നവരെ വായടപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം നീക്കങ്ങൾക്കെതിരായിട്ട് ശക്തമായിട്ട് തിരിച്ചടി ഉണ്ടാവും. ശ്രീ പിണറായി വിജയൻ ഒരു കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഈ പോലീസ് ഉണ്ടല്ലോ, അതിനപ്പുറത്തും പോലീസുണ്ട്. BJP നേതാക്കളെ വ്യക്തിഹത്യ നടത്തിയും കള്ളക്കേസിൽ കുടുക്കിയും ആക്ഷേപിക്കാനും അപമാനിക്കാനുമാണ് തയ്യാറാവുന്നതെങ്കിൽ ശക്തമായിട്ട് തിരിച്ചടി ഉണ്ടാവും. അതിനെ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട.
ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മാർഗങ്ങളാണ് ശ്രീ പിണറായി വിജയൻ സ്വീകരിക്കുന്നത്. ശബരിമല കാലത്തും അതിൽ നിങ്ങൾ പരീക്ഷിച്ച് പരാജയപ്പെട്ട തന്ത്രമാണ്. അത് വീണ്ടും ആവർത്തിക്കാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന, അങ്ങനെ പോലീസിനെ ചട്ടമാക്കി ജനവിരുദ്ധമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയിലാണ് പോകുന്നതെങ്കിൽ അതിനെ നേരിടാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട്. ഞങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിനെ ശക്തമായി നേരിടുന്നത്. ഒരു ആലോചനയുമില്ല, ഒരു പരാമർശം പോലും ഇല്ലാത്ത ഒരു കേസ് വെള്ളക്കടലാസിൽ ഒരു പരാതി എഴുതി കൊടുത്തു. അതിൽ ഉമ്മൻചാണ്ടി രാജശേഖരന്റെ എന്ത് പങ്കാണ് അദ്ദേഹത്തോട്? ഒരു വിശദീകരണം പോലും ഇത്രയും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിനോട് ചോദിക്കാൻ പോലീസ് തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ മൊഴിയെടുപ്പിൽ അദ്ദേഹത്തോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചില്ല. നേരെ FIR ഇട്ട് കേസെടുക്കുന്നു എന്നാണ്. വിജയിക്കില്ല ശ്രീ പിണറായി വിജയൻ. കേരളം എന്നുള്ള ഇട്ടാവട്ടത്തിൽ ഇരുന്ന് നിങ്ങളെല്ലാം ഇങ്ങനെ അടക്കി ഭരിക്കാമെന്ന് വിചാരിച്ചാൽ അത് അടിച്ച് താർക്കുക തന്നെ ചെയ്യും ഈ നാട്ടിലെ പൊതുസമൂഹം. മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ചാണല്ലോ ശിവശങ്കർ UAE കോൺസുലേറ്റിലെ കാര്യങ്ങളെല്ലാം ചെയ്തത്. പിന്നെന്താ വേണം? മുഖ്യമന്ത്രി ഇതാണ് കോൺടാക്ട് പോയിന്റ്. UAE കോൺസുലേറ്റുമായി നടക്കുന്ന കാര്യങ്ങളിലെല്ലാം കോൺടാക്ട് പോയിന്റ് എന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരനാണ്. അതിനുശേഷമാണ് ശിവശങ്കറുമായിട്ട് നിരവധി തവണ കൂടിക്കാഴ്ച നടന്നത്. വിദേശത്ത് സ്വപ്നയോടൊപ്പം പോയത്. സ്വപ്നയും മുഖ്യമന്ത്രിയും ശിവശങ്കറും ഔദ്യോഗിക വസതിയിലും ഓഫീസിലും കൂടിക്കാഴ്ച നടത്തിയത് പായസക്കുടിക്കാനാണ്. മുഖ്യമന്ത്രിയും സ്വപ്നയും ശിവശങ്കറും എന്തിനാണ് കൂടിക്കാഴ്ച നടത്തിയത്? അണ്ടിപ്പരിപ്പ് മുന്തിരിയും കഴിക്കാനാണ്, അല്ല ഈന്തപ്പഴം കഴിക്കാനാണ്? അവര് ഈ കള്ളക്കടത്തുകാരെ ഏത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി സഹായിച്ചിട്ടുള്ളത്? ജനങ്ങളോട് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായാലും വേറെ വിശദീകരണമുണ്ട്. ഗൂഢാലോചനയിൽ പങ്കുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. ധാർമ്മിക ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. താങ്കൾ പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് ഈ അതിക്രമങ്ങളെല്ലാം കാണിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ അന്വേഷണം നടത്തുന്നില്ലല്ലോ. മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം നടത്തുകയാണ്. മുഖ്യമന്ത്രി പന്ത്രണ്ടാമത് അന്വേഷണത്തിൽ നടത്തിയിട്ടില്ല. ആരും അധികാരത്തിന്റെ ഇടനാഴികളിൽ ഉന്നത സ്വാധീനം എന്ന് പറഞ്ഞാൽ ഇടനാഴിയിൽ വെറുതെ ആൾക്കാരില്ലാത്തതാണ്. അധികാരത്തിന്റെ ഇടനാഴി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ ആരാണോ ഇരിക്കുന്നത് അവിടെ കുളവഴിയാണ്. അതിൽ സ്വാധീനമുള്ള ആളാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി. ഗൂഢാലോചനയിൽ പങ്കെടുത്തിരിക്കും. ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രി എന്തെല്ലാം കാര്യങ്ങളാണ് ശിവശങ്കരനോട് നിർദ്ദേശം നൽകിയത്, ഉപദേശം നൽകിയത്. അതാണ് അറിയുന്നത്. അത് അന്വേഷിക്കുക തന്നെ വേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഉമ്മൻ രാജശേഖരനെ ഒരു പദവി ലഭിക്കുകയുണ്ടായി. കേന്ദ്ര പ്രതിനിധിയായിട്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വ്യവസായിക വ്യക്തിക്ക് നൽകുന്ന സ്ഥാനമാണ് സമ്മാനിക്കുന്ന പോലെയാണ്. പിന്നെ അത് കോടിയേരി കൊടുത്തതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മഹത്വം അറിയാത്ത CPM-കാരോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മഹത്വം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചെല്ലാം പഠിക്കണം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സോമനാഥം, അയോധ്യ അതുപോലുള്ള ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിൽ ഉമ്മൻചാണ്ടി രാജശേഖരനെ പോലെ ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തെ അവമാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ. വേറെ മനസ്സാക്ഷിയുള്ള ആർക്കും അങ്ങനെ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആദ്യമുള്ള NRI BJPയുടെ വന്നതിൽ അപാകതയുള്ളതുകൊണ്ടാണ് തിരുത്തിയത്. അല്ലാതെ ആവശ്യപ്പെട്ട് തിരിക്കാനുള്ള രീതി അത് ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ്. പക്ഷെ താങ്കൾ പറഞ്ഞ പേരല്ലെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ KM ഷാജിയുടെ വീട് കൈയേറ്റമാണെന്നും അത് പൊളിക്കണം. KM ഷാജി ലീഗ് നേതാവ് KM ഷാജിയുടെ വീട് കൈയേറ്റമാണെന്നും അത് പൊളിക്കണമെന്ന് പറഞ്ഞപ്പോൾ നഗരസഭ നോട്ടീസ് കൊടുത്തു. ആവശ്യത്തിന് ഞാൻ പറഞ്ഞു BJP നിലപാട് ലീഗും CPM-ഉം ഇപ്പൊ നടത്തി പൊളിക്കാൻ ആവശ്യപ്പെട്ടവർക്ക്